നമസ്കാരം, ഞാൻ കാവ്യദർശന. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പപ്പൈൻ എക്സ്ട്രാക്ഷൻ, അതായത് പപ്പായയുടെ കറ എടുത്ത് ഉണക്കി പൗഡർ രൂപത്തിലാക്കി എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നതിനെ പറ്റി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. പപ്പായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫലവൃക്ഷമാണ്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു സസ്യവർഗമാണ് പപ്പായ. ഇതിനെ ഓമയ്ക്ക എന്നും ചിലയിടങ്ങളിൽ കപ്പളങ്ങ എന്നും പറയാറുണ്ട്. പപ്പായ പഴമായും പച്ചപ്പപ്പായ പച്ചക്കറിയായും പപ്പായ ജ്യൂസായും ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെയധികം പോഷക ഗുണങ്ങൾ ഉള്ള ഒരു ഫലമാണ് ഇത്. പപ്പായ വൈറ്റമിൻ എ, ബി, സി എന്നിവയുടെ ഒരു കലവറയാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈം ദഹനത്തിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നമുള്ള ആളുകൾക്കും സ്കിൻ പ്രോബ്ലം ഉള്ള ആളുകൾക്കും മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത് ഒരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ്. പപ്പായ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടുന്നതിനും അതുവഴി ഡെങ്കിപ്പനി നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്ന പൊക്കം കുറഞ്ഞ പപ്പായ ഇനം ആണ് റെഡ് ലേഡി പപ്പായ. ഇത് ആർക്കും കയ്യെത്തും ദൂരത്ത് രുചികരമായി പപ്പായ ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. പപ്പായയിൽ നിന്ന് വരുമാന മാർഗം ലഭിക്കുന്ന ഒന്നാണ് അതിന്റെ കറ. ഈ കറയ്ക്ക് പപ്പൈൻ എന്നാണ് പറയുന്നത്. പപ്പായയിൽ നിന്നും കറ വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തന രീതിയാണ് ടാപ്പിംഗ്. ടാപ്പിംഗിനായി 75 മുതൽ 90 ദിവസം വരെ പ്രായമായ പപ്പായയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു പപ്പായ നട്ട് 7 മുതൽ 8 മാസം പ്രായമാകുമ്പോഴേക്കും അതിൽ നിന്നും കറ ശേഖരിക്കാൻ തുടങ്ങും. പപ്പായയുടെ എല്ലാ ഇനത്തിൽ നിന്നും കറ ശേഖരിക്കാമെങ്കിലും കൂടുതൽ കറ ലഭ്യമാകുന്നത് CO3 എന്ന ഇനത്തിൽ നിന്നാണ്. നമ്മുടെ നാടൻ ഇനങ്ങളിലും അതുപോലെ തന്നെ ഇപ്പോൾ പ്രചാരത്തിൽ ഉള്ള റെഡ് ലേഡിയിലും കറ ശേഖരിക്കാവുന്നതാണ്. ടാപ്പിംഗ് ചെയ്യുമ്പോൾ രാവിലെ 10 മണിക്ക് മുമ്പായി ചെയ്തിരിക്കണം. ഇതിനായി മൂർച്ചയേറിയ ബ്ലേഡോ മൂർച്ചയേറിയ മുളക്കമ്പുകളോ ആണ് ഉപയോഗിക്കേണ്ടത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പാകമായ പപ്പായയുടെ മുകളിൽ നിന്ന് താഴേക്ക് 0.2 മില്ലിമീറ്റർ ആഴത്തിൽ നീളത്തിൽ വരയണം. ഈ കറ അലുമിനിയം ട്രേയിലോ പ്ലാസ്റ്റിക് ഷീറ്റിലോ ശേഖരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പപ്പായ പറിച്ചെടുത്ത് കാണിക്കുകയാണ്. മുമ്പ് ചിത്രത്തിൽ കാണിച്ചതുപോലെ ഇത് മരത്തിൽ നിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. നിങ്ങളെ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ആദ്യ പ്രാവശ്യം വരയുമ്പോൾ കപ്പളങ്ങയുടെ 4 വശത്തും 0.2 മില്ലിമീറ്റർ ആഴത്തിൽ ചെറിയ വരകളായി ആണ് വരയേണ്ടത്. ഇങ്ങനെ ഒരു പ്രാവശ്യം കറ ശേഖരിച്ചു കഴിഞ്ഞാൽ വീണ്ടും 8 ദിവസത്തിന് ശേഷം കറകൾ ശേഖരിക്കാവുന്നതാണ്. ഇതിനായി വേറെ 4 വരകൾ ഇടേണ്ടതാണ്. വീണ്ടും 8 ദിവസത്തിന് ശേഷം ഇതുപോലെ കറകൾ ശേഖരിക്കാം. ഇങ്ങനെ ഒരു കയറിൽ നിന്ന് 8 ദിവസം ഇടവിട്ട് 4 തവണ നമുക്ക് കറകൾ ശേഖരിക്കാം. പപ്പായയിൽ നമ്മൾ ചെറിയ മുറിവുകളെ വരുത്തുന്നുള്ളൂ. അതിനാൽ ഈ പപ്പായ നമുക്ക് പഴമായോ പച്ചക്കറിയായോ ഉപയോഗിക്കാവുന്നതാണ്. ഒരു കായൽ നിന്ന് 1.5 മുതൽ 5 ഗ്രാം വരെ പപ്പൈൻ ലഭിക്കും. അങ്ങനെ നമുക്ക് ഒരു മരത്തിൽ നിന്ന് ഏകദേശം 50 ഗ്രാമോളം കറ ലഭിക്കുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ ഒരു ഏക്കറിൽ നിന്ന് 10,000 മുതൽ 25,000 വരെ വരുമാനം ലഭിക്കുന്നതാണ്. ഇങ്ങനെ ലഭിക്കുന്ന കറ പ്ലാസ്റ്റിക് ഷീറ്റിലോ അലുമിനിയം ട്രേയിലോ ശേഖരിച്ചതിനു ശേഷം തണലത്ത് വെച്ചോ ഓവനിൽ വെച്ചോ ഉണക്കി പൊടിയാക്കി എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ശേഖരിച്ച കറ. നന്നായി ഉണങ്ങി പൗഡർ രൂപത്തിൽ ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന പൗഡർ മരുന്ന് നിർമ്മാണം, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണം, റെഡിമെയ്ഡ് ജ്യൂസ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം എന്നിവയ്ക്കും പ്രധാനമായും ഉപയോഗിക്കുന്നു. പപ്പായയിൽ നിന്നും അധിക വരുമാനം ലഭിക്കാനുള്ള മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ പപ്പൈൻ എക്സ്ട്രാക്ഷൻ. ഇത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി.